അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതമാണ്. ഹൃദയത്തിൽ നല്ലതുപോലെ ആത്മതത്വത്തെ സ്മരിക്കുന്ന കൃതിയാണ് ശ്രീ ശങ്കരാചാര്യ രചിച്ച പ്രാതസ്മരണ സ്തോത്രം. സ്ഥൂല ശരീരവും കടന്ന് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ക്രമമായി കടന്ന് ഉള്ളിലേക്കാഴ്ന്നിറങ്ങുമ്പോൾ തൻ്റെ തന്നെ വ്യക്തിത്വത്തിൽ ഞാൻ സ്ഫുരിക്കുന്നത് മനസ്സിലാണെന്ന് ബോധ്യപ്പെടുത്തുന്നു. ആരാണ് താൻ എന്നുള്ള സ്മരണയെക്കുറിച്ച് പറയുന്ന ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം. ശ്രീ ശങ്കരകൃതികളിൽ പ്രാതസ്മരണ സ്തോത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പ്രാതസ്മരണം പ്രഭാതത്തിൽ ചെയ്യേണ്ടതാണ്, അഥവാ പ്രാതസ്മരണം അതിൻ്റെ പ്രാധാന്യം കൊണ്ട് ആദ്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ പ്രഭാതത്തിൽ എന്നർത്ഥമില്ല. ഇവിടെ എന്താണ് പറയുന്നത്? പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരദാത്മതത്വം സച്ചിത് സുഖം പരമഹംസഗതിം തുരീയം യത് സ്വപ്നജാഗര സുഷുപ്തമവൈതി നിത്യം തദ്ബ്രഹ്മനിഷ്കളമഹം ന ച ഭൂതസംഘഃ. പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരദാത്മതത്വം. ഹൃദയത്തിൽ, സംസ്ഫുരത് സമ്യക്കായി സ്ഫുരിക്കുന്ന ആത്മതത്വത്തെ ഞാൻ സ്മരിക്കുന്നു. പ്രായേണ ഭക്തി ശാസ്ത്ര സാഹിത്യത്തിൽ നമുക്ക് ലഭിക്കുന്ന പ്രാതസ്മരണ സ്തോത്രങ്ങളൊക്കെ വിവിധ ദേവതകളെക്കുറിച്ചുള്ളതാണ്. ശ്രീരാമനെ രാവിലെ തന്നെ സ്മരിക്കുന്നത്, മഹാവിഷ്ണുവെ രാവിലെ സ്മരിക്കുന്നത്, ഭഗവാൻ പരമേശ്വരനെ രാവിലെ സ്മരിക്കുന്നത്, ഭഗവതിയെ, ലളിതയെ, ദുർഗയെ, ഇങ്ങനെ അനേക ദേവതകളെ പ്രാതകാലത്ത് സ്മരിക്കുന്നതാണ് ഏറെയും. ഇന്ന് ഇവിടെ തൻ്റെ മഹിമയെ സ്മരിക്കുകയാണ്. എല്ലാ ദേവതോപാസനകളും എത്തിച്ചേരുന്നത് സ്വരൂപത്തിലാണ്, സമാഹിത ഭാവത്തിലാണ്. ആത്മബ്രഹ്മൈക്യമാകുന്ന പരമമായ ഐക്യാനുഭൂതി അല്ലെങ്കിൽ അഖണ്ഡാനുഭൂതി, ആ അനുഭൂതിയിലേക്ക്, സർവ്വദുഃഖങ്ങൾക്കും ഉപരിയുള്ള സ്വരൂപസ്ഥിതിയിലേക്ക് നമ്മളെ നയിക്കുന്നതിനാണ് വാസ്തവത്തിൽ എല്ലാ ദേവതാസ്തുതികളും കീർത്തനങ്ങളുമെല്ലാം. ഇവിടെയാകട്ടെ ആ ആത്മമഹിമയെ നേരിട്ട് സ്മരിക്കുകയാണ്. അതിസൂക്ഷ്മമായ അനുസന്ധാനമാണിത്. നോക്കൂ, പ്രാതസ്മരാമി, ഞാൻ പ്രാതഃകാലത്തിൽ അല്ലെങ്കിൽ ഒന്നാമതായി സ്മരിക്കുന്നു. എന്തിനെ? ഹൃദി സംസ്ഫുരദാത്മതത്വം. ഹൃദയത്തിൽ സമ്യക്കായി നല്ലപോലെ സ്ഫുരിക്കുന്ന, ശോഭിക്കുന്ന ആത്മതത്വത്തെ. ഇവിടെ പണ്ഡിതനെന്നോ പാമരനെന്നോ ഭേദമില്ല. ഇവിടെ ഏതെങ്കിലും മതത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ഭാഷയുടെയോ ലിംഗത്തിൻ്റെയോ വ്യത്യാസമില്ല. എല്ലാവരിലും എല്ലായ്പ്പോഴും ഞാൻ എന്ന് ഉള്ളിൽ സ്ഫുരിക്കുന്നുണ്ട്. ഈ ഞാൻ സ്ഫുരിക്കുന്നത് കൊണ്ടാണ് മറ്റെല്ലാ വ്യവഹാരങ്ങളും സിദ്ധമാകുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നതും ഞാൻ ഈ പ്രപഞ്ചത്തിൽ വ്യവഹരിക്കുന്നതും ഈ ഞാനെന്ന ആത്മഭാവം ഉള്ളിൽ സ്ഫുരിക്കുന്നത് കൊണ്ടാണ്. എന്താണ് ഈ ഞാൻ? ഇതാണ് വേദാന്തത്തിൻ്റെ മുഖ്യമായ വിഷയം. ഞാനെന്ന് സ്ഫുരിക്കുന്നു, ഞാനുണ്ട് എന്നല്ല, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും സകല പ്രിയങ്ങളെയും തനിക്ക് നൽകുന്നതും ഈ ഞാൻ തന്നെയാണ്. അസ്തി ഭാതി പ്രിയം. ഉണ്ട്, സ്ഫുരിക്കുന്നു, പ്രകാശിക്കുന്നു, പ്രിയഹേതുവാണ് അല്ലെങ്കിൽ പ്രിയങ്കരമാണ്. ഈ അസ്ഥിഭാതി പ്രിയം എന്ന നിലയ്ക്ക് എന്നുള്ളിൽ പ്രശോഭിക്കുന്നതാണ്, ഞാനായി പ്രശോഭിക്കുന്നതാണ് ഈ അഹം തത്വം. അഹം എന്നുള്ളത്, ഞാനെന്നുള്ളത് ഒരിക്കലും ഒരു സ്ഥാനത്തിൽ ഒതുങ്ങുന്നതല്ല. ഞാൻ ഹൃദയത്തിലാണെന്നോ അല്ലെങ്കിൽ ഞാൻ ശരീരമാസകലം വ്യാപിച്ചിരിക്കുകയാണെന്നോ
അല്ലെങ്കിൽ ഞാൻ മസ്തിഷ്കത്തിലാണെന്നൊന്നും പറയാൻ നമുക്ക് സാധ്യമല്ല. ഞാനെന്നുള്ള ബോധം എല്ലാവരിലും അനുസ്യൂതമാണ്. എങ്കിലും അനുസന്ധാനം ചെയ്യുന്ന സാധകനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു സ്ഥാനത്തിൽ ധാരണ ഉറപ്പിക്കേണ്ടുന്ന സാധകനെ സംബന്ധിച്ച് ആത്മതത്വത്തെ നമ്മൾ ഹൃദയത്തിലാണ് ഭാവന ചെയ്യുക. ഹൃദി ഏഷ ആത്മാ എന്ന് ശ്രുതി തന്നെ പറയും. ഈ ആത്മാവ് ഹൃദയത്തിൽ നിവസിക്കുന്നു. ആത്മാ ഹൃദയേ എന്നും ശ്രുതിയുണ്ട്. ആത്മാവ് ഹൃദയത്തിൽ വർത്തിക്കുന്നു. അവിടെ ഹൃദയം എന്നുള്ളത് കേവലം മാംസമയമായ ഒരു പിണ്ഡമല്ല. ശരീരമാസകലം രക്തത്തെ വ്യാപിപ്പിക്കുന്ന രക്തത്തെ പമ്പ് ചെയ്യുന്ന ഒരു യന്ത്രവിശേഷമല്ല ഹൃദയം. മറിച്ച് ഹൃദയശബ്ദം അന്തഃകരണത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഹൃദയശബ്ദം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരീരം മുഴുവൻ രക്തത്തെ വ്യാപിപ്പിക്കുന്ന യന്ത്രവിശേഷത്തെ അർത്ഥമാക്കുന്നുണ്ട്. ബുദ്ധിയെയും മനസ്സിനെയും അർത്ഥമാക്കുന്നുണ്ട്. ഇതിനൊക്കെ ഉപരി നമ്മളിലെല്ലാം ഞാൻ എന്ന ആ ഒരു ഒളി എവിടെ നിന്നാണ് വരുന്നതെന്ന് പരിശോധിക്കുക. ഈ സ്ഥൂല ശരീരത്തെയും കടന്ന് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ക്രമമായി കടന്ന് ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ തൻ്റെ തന്നെ വ്യക്തിത്വത്തിൻ്റെ ഏതോ ഒരു നിഗൂഢ സ്ഥാനത്തിൽ നിന്ന് അത്യഗാധമായ ഏതോ ഒരു ഉള്ളറയിൽ നിന്ന് ഈ ഞാൻ എന്ന് സ്ഫുരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മൾ പുറമേക്ക് വ്യാപരിക്കുന്നത് ഒന്ന് നിർത്തി ദിവസവും അല്പമെങ്കിലും ഒരല്പനേരമെങ്കിലും നമ്മിലേക്കൊന്ന് ആഴ്ന്നിറങ്ങാൻ പരിശ്രമിക്കണം. ഈ ലോകം മുഴുവൻ നമുക്ക് വേണ്ടത് തന്നെ. ഇവിടുത്തെ വസ്തുവകകളെല്ലാം നമുക്ക് വേണ്ടത് തന്നെ. ഇവിടെ സ്വത്തും ധനവും പത്നിയും പതിയും സന്താനങ്ങളും വിഭവങ്ങളും എല്ലാം നമുക്ക് വേണം. സ്ഥാനമാനങ്ങൾ വേണം, വേണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ ഇതെല്ലാം തനിക്കാണല്ലോ. ഇതെല്ലാം തനിക്കായിരിക്കെ ഈ താനാര് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണ്ടേ? തൻ്റെ മഹിമ അല്പമെങ്കിലും വിചാരം ചെയ്യണ്ടേ? അതിന് തനിക്ക് വേണ്ടി ഒരല്പസമയം നമുക്ക് നീക്കി വെച്ചൂടെ? ഈ ലോകത്തിലെ നാനാ വിഷയങ്ങൾക്ക് സമയം നീക്കി വയ്ക്കുന്ന, ഊർജ്ജം നീക്കി വയ്ക്കുന്ന നമുക്ക് വേണ്ടി ഒരല്പസമയം നീക്കി വെച്ചൂടെ? കുറച്ചെങ്കിലും സ്വാർത്ഥത വേണ്ടേ മനുഷ്യർക്ക്? അല്പമെങ്കിലും സ്വാർത്ഥത വേണ്ടേ? നമ്മളൊക്കെ ഒട്ടും സ്വാർത്ഥത ഇല്ലാത്തവരായാൽ ശരിയാവുമോ? ചിന്തിക്കുക. അപ്പോൾ ഇവിടെ താൻ തന്നെ സ്മരിക്കുകയാണ്. ആരാണ് താനെന്നുള്ള സ്മരണമാണ്. അതാണ് പറയുന്നത് പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരദാത്മതത്വം. ഹൃദയത്തിൽ സമ്യക്കായി നല്ലപോലെ സ്ഫുരിക്കുന്ന ആത്മതത്വത്തെ, ഞാനെന്ന തത്വത്തെ ഞാനിതാ സ്മരിക്കുന്നു. എങ്ങനെയുള്ളതാണ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ക്രമമായി പഠിക്കാം. നമുക്ക് അടുത്ത പ്രാവശ്യം ആവട്ടെ.